ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ വായന ഭാഗം 1 ദിനവൃത്താന്തം 27 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 18 അധ്യായം 20 വാക്യം. ശൗലിൻ്റെ മകളായ മീഖളോ ദാവീദിനെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ എന്ന ബഹുമതിക്ക് അർഹനായ ദാവീദ് രാജാവിൻ്റെ ഭാര്യയായിരുന്നു മീഖൾ. ശൗൽ രാജാവിൻ്റെ രണ്ടാമത്തെ മകളുമായിരുന്നു മീഖൾ. ശൗൽ തൻ്റെ മൂത്ത മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ടിയിരുന്ന സമയത്ത് അവളെ മെഹോലാത്തിനായ അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു. എന്നാൽ ശൗലിൻ്റെ ഇളയ മകളായ മീഖൾ ദാവീദിനെ സ്നേഹിച്ചു. ഇതറിഞ്ഞ ശൗൽ മീഖൾ ദാവീദിന് ഒരു കെണിയായിരിക്കേണ്ടതിനും ഫെലിസ്ത്യർ ദാവീദിനെ തോൽപ്പിക്കേണ്ടതിനുമായി മീഖളിനെ ദാവീദിന് ഭാര്യയായി നൽകുന്നു. അങ്ങനെ തൻ്റെ പുത്രിയായ മീഖൾ ദാവീദിനെ സ്നേഹിച്ചു എന്നത് ഒരു മറയാക്കിയ ശൗൽ സ്ത്രീധനമായി 100 ഫെലിസ്ത്യരുടെ അഗ്രചർമ്മം ആവശ്യപ്പെടുകയും അതിലൂടെ ഫെലിസ്ത്യരുടെ കയ്യാൽ ദാവീദിന് മരണം സംഭവിക്കുമെന്നും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ദാവീദ് തൻ്റെ ആളുകളുമായി ചെന്ന് 200 ഫെലിസ്ത്യരെ കൊന്നിട്ട് അഗ്രചർമ്മം കൊണ്ടുവന്ന് താൻ മരുമകനാകേണ്ടതിന് ശൗൽ രാജാവിന് നൽകുന്നു. ഈ സംഭവം 1 ശമൂവേൽ 18 അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ശൗൽ തൻ്റെ മകളായ മീഖളിനെ ദാവീദിന് ഭാര്യയായിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടെന്നും തൻ്റെ മകളായ മീഖൾ ദാവീദിനെ ഏറെ സ്നേഹിക്കുന്നു എന്നും മനസ്സിലാക്കിയ ശൗൽ ദാവീദിനെ ഒരു നിത്യ ശത്രുവായിട്ട് കാണുന്നു. തുടർന്ന് ദാവീദിനെ കൊല്ലുവാൻ നോക്കുകയും അവിടെ മീഖൾ തൻ്റെ ഉപായത്താൽ ദാവീദിൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് 1 ശമൂവേൽ 25 അധ്യായത്തിൻ്റെ 44 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശൗലോ തൻ്റെ മകളും ദാവീദിൻ്റെ ഭാര്യയുമായിരുന്ന മീഖളിനെ ഗല്ലീമ്യനായ ലയീശിൻ്റെ മകൻ ഫൽത്തിക്ക് ഭാര്യയായി കൊടുത്തിരുന്നു എന്ന്. അതിനുശേഷം ദാവീദ് മീഖളിനെ മടക്കി കൊണ്ടുവരുന്നതായിട്ടും ആ ഭാഗത്ത് പറയുന്നുണ്ട്. 2 ശമൂവേൽ 6 അധ്യായത്തിൽ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്യുന്ന ദാവീദിനെ കണ്ട് മീഖൾ ദാവീദിനെ ഹൃദയത്തിൽ നിന്ദിക്കുന്നതായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇത് മനസ്സിലാക്കിയ ദാവീദ് ഇപ്രകാരം മീഖളിനോട് പറയുന്നു: ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനും ആയിരിക്കും. നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വമുണ്ടാകും എന്ന് പറഞ്ഞു. അപ്രകാരം ദാവീദിനെ നിന്ദിച്ച മീഖളിൻ്റെ ജീവിതത്തിൽ തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജീവപര്യന്തം മക്കളില്ലാത്തവളായി മീഖൾ മരിച്ചു പോകുന്നു എന്നതാണ്. ദൈവത്തെയും ദൈവത്തിൻ്റെ പെട്ടകത്തെയും ദൈവത്തിൻ്റെ ദാസനെയും മീഖൾ നിന്ദിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയ ദൈവജനമേ, ദൈവകോപത്തിന് പാത്രമാകാതെ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ കർത്താവേ, ദൈവത്തെയും ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരെയും ബഹുമാനിക്കുവാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.